പ്രധാന വാർത്തകൾ. കൈപ്രമ്പിൽ ഡിവൈഡറിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു. കേച്ചേരി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാന പാതയിൽ അല്പനേരം ഗതാഗതം തടസ്സം അനുഭവപ്പെട്ടെങ്കിലും ഉടൻ തന്നെ വാഹനം നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഞായറാഴ്ച ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ചെയർമാൻ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളും സജീവം. ചാവക്കാട് നഗരസഭയിലും ഒരുമനയൂർ, കടപ്പുറം എന്നീ പഞ്ചായത്തുകളിലും അധ്യക്ഷ പദവി സംബന്ധിച്ച ഏകദേശ ധാരണ. പണി പൂർത്തീകരിച്ച് ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും തകർന്ന ചേറ്റുവ ബൈപ്പാസിലെ കാന വീണ്ടും പണിതു. റോഡിന് കുറുകെ പണിത കാനയുടെ സ്ലേബാണ് വാഹനം ഓടിത്തുടങ്ങിയപ്പോഴേക്കും ഒരു ഭാഗം തകർന്നത്. വാഹനം വീണ് ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. കഥകളിയിലെ നടന വിസ്മയം തിച്ചൂർ കറ്റശ്ശേരി സദനം രാമൻകുട്ടി നായർ 80ന്റെ നിറവിൽ. ആശാന്റെ ജന്മദിനം ആഘോഷമാക്കുവാനുള്ള തയ്യാറെടുപ്പിൽ തിച്ചൂർ ഗ്രാമം. വാർത്തകൾ വിശദമായി. കൈപ്രമ്പിൽ ഡിവൈഡറിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കൈപ്രമ്പ് നെയിൽ ആശുപത്രിക്ക് സമീപത്ത് വെള്ളിയാഴ്ച രാവിലെ 6:45 അപകടം. കേച്ചേരി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പുതുതായി നിർമ്മിച്ച ഡിവൈഡറിലേക്കാണ് നിയന്ത്രണം നഷ്ടമായ കാർ ഇടിച്ചു കയറിയത്. കാർ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ ഡിവൈഡറിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനായി ഉറപ്പിച്ചിരുന്ന തൂൺ ഒടിഞ്ഞു വീഴുകയും കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകരുകയും ചെയ്തു. വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതിനാലാണ് അപകടത്തിൽ നിന്നും ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടെങ്കിലും ഉടൻ തന്നെ വാഹനം നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ജാതിമത ഭേദമില്ലാതെ ഏവർക്കും വേദപഠനം പ്രാപ്തമാക്കാൻ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് വേദപാഠശാല നിർമ്മിക്കുക എന്ന അന്യോന്യ പരിഷത്തിന്റെ സ്വപ്നത്തിന് നാട്ടുകാരുടെ പച്ചക്കൊടി. വേദസംരക്ഷണത്തിന് കടവല്ലൂർക്കാർ കച്ചകെട്ടിയപ്പോൾ 4 ദിവസം കൊണ്ട് സമാഹരിച്ചത് 40 ലക്ഷം രൂപ. നമ്പൂതിരിമാർക്ക് മാത്രം അനുവദിക്കപ്പെട്ടിരുന്ന വേദപഠനം ജാതിചിന്തകൾക്കതീതമായി ആഗ്രഹിക്കുന്ന ആർക്കും പഠിക്കാനുള്ള സൗകര്യമാണ് കടവല്ലൂരിൽ ഒരുങ്ങുന്നത്. അന്യോന്യ പരിഷത്തിന്റെ വ്യക്തമായ ശ്രമഫലമായാണ് ഈ ഒരാശയം നടപ്പിലാക്കുന്നത്. വേദപാഠശാല നിർമ്മാണത്തിന്റെ ആദ്യപടിയായി ക്ഷേത്രത്തിനോട് ചേർന്ന 45 സെന്റ് ഭൂമി വാങ്ങുക എന്ന ലക്ഷ്യമാണ് ഇതോടെ സാക്ഷാത്കരിക്കുന്നത്. കടവല്ലൂർ സ്വദേശികളായ 32 പേർ 1 ലക്ഷം രൂപ വീതം നൽകും. ഭൂമി അന്യോന്യ പരിഷത്തിന് കുറഞ്ഞ തുകയ്ക്ക് നൽകാൻ ഉടമയും തയ്യാറായിട്ടുണ്ട്. ആധികാരികമായി ഋഗ്വേദം അഭ്യസിപ്പിക്കുന്ന ഒരേയൊരു കേന്ദ്രമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്, തൃശൂർ ബ്രഹ്മസ്വം മഠം. തിരുനാവായിൽ പ്രവർത്തിച്ചിരുന്ന വേദപാഠശാല 10 വർഷത്തോളമായി പ്രവർത്തിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ വേദപഠനം അന്യം നിന്നു പോകാതിരിക്കാൻ പുതിയ പഠന കേന്ദ്രങ്ങൾ ആവശ്യമാണെന്ന് പരക്കെ ആവശ്യമുയർന്നിരുന്നു. പാഠശാല നിർമ്മിക്കാൻ ഭൂമി ലഭിക്കുമെന്ന് ഉറപ്പായെങ്കിലും നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവൃത്തികൾക്ക് പണം കണ്ടെത്തുക പരിഷത്തിന് കടുത്ത വെല്ലുവിളിയാകും. വേദവിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യമടക്കം കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ് അന്യോന്യ പരിഷത്ത് വിഭാവനം ചെയ്യുന്നത്. സർവ്വജനങ്ങളിലേക്കും വേദപഠനം എത്തിക്കുന്നതിനോടൊപ്പം വേദം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെയും നിലനിൽക്കേണ്ടതിന്റെയും ആവശ്യകത മുൻനിർത്തിയാണ് വേദപഠന കേന്ദ്രം ആരംഭിക്കുന്നതെന്നും പുതിയ തലമുറയിലേക്ക് വേദത്തിന്റെ ശബ്ദമെത്തിക്കാൻ നാട്ടുകാരുടെ പൂർണ്ണ സഹായ സഹകരണങ്ങൾക്കൊപ്പം സർക്കാരിന്റെ പിന്തുണ കൂടി പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അന്യോന്യ പരിഷത്ത് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ മാഷ് പറഞ്ഞു. ഞായറാഴ്ച ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ചെയർമാൻ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളും സജീവമാണ്. ചാവക്കാട് നഗരസഭയിലും ഒരുമനയൂർ, കടപ്പുറം എന്നീ പഞ്ചായത്തുകളിലും അധ്യക്ഷ പദവി സംബന്ധിച്ച ഏകദേശ ധാരണയായിട്ടുണ്ട്. CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം AH അക്ബർ ചാവക്കാട് നഗരസഭാ ചെയർമാനാകാൻ സാധ്യത. 3ാം തവണയാണ് ചാവക്കാട് ടൗൺ വാർഡിൽ നിന്നും അക്ബർ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം, സെക്യൂരിറ്റി, ഹൌസ് കീപ്പിംഗ്, CITU സംസ്ഥാന കമ്മിറ്റി അംഗം, ചാവക്കാട് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം ചാവക്കാട്ടെ മുതിർന്ന CPM നേതാക്കളിൽ ഒരാളാണ്. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി RK നൌഷാദിനെ 111 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇത്തവണ വാർഡിൽ നിന്നും വിജയം കൊയ്തത്. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം സെക്രട്ടറി VM മനാഫിന് സാധ്യത. കടപ്പുറം പഞ്ചായത്ത് 14ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത അംഗമാണ്. 2ാം തവണയാണ് അദ്ദേഹം പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കുന്നത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, യൂത്ത് ലീഗ് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ്, MSF ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. DYFI മേഖലാ ഭാരവാഹി PH മെഹറൂഫിനെ 200-ൽ പരം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്.
ഒരുമനൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് PM താഹിറിന്റെ പേരാണ് ഉയരുന്നത്. ഒരുമനൂർ പഞ്ചായത്ത് 10ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത താഹിർ ആദ്യമായാണ് പഞ്ചായത്തിലേക്ക് മത്സരിച്ചത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, KSU ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിലെ പഞ്ചായത്ത് അംഗം ബിന്ദു ചന്ദ്രനെ 200-ൽ പരം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. പണി പൂർത്തീകരിച്ച് ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും തകർന്ന ചേറ്റുവ ബൈപ്പാസിലെ കാന വീണ്ടും പണിതു. റോഡിന് കുറുകെ പണിത കാനയുടെ സ്ലേബാണ് വാഹനം ഓടി തുടങ്ങിയപ്പോഴേക്കും ഒരു ഭാഗം തകർന്നത്. വാഹനം വീണ് ഗതാഗതക്കുരുക്കും രൂക്ഷമായിരുന്നു. കാന തകർന്നെടുത്ത് ഈ മാസം 10-ന് കണ്ടെയ്നർ ലോറിയുടെ പിൻചക്രം കുഴിയിൽ വീണിരുന്നു. ലോറിയിലെ മുഴുവൻ ലോഡ് ഇറക്കിയ ശേഷം JCB ഉപയോഗിച്ചാണ് ലോറി മാറ്റിയത്. ഈ സമയം വലിയ ഗതാഗതക്കുരുക്കുണ്ടായി. മാസങ്ങളെടുത്താണ് കാനപ്പണി പൂർത്തീകരിച്ചത്. ഈ സമയം ഒരു വശത്തിലൂടെ മാത്രമേ വാഹനം കടത്തിവിട്ടിരുന്നുള്ളൂ. പണി പൂർത്തീകരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ കാന തകർന്നതിനെ തുടർന്ന് മേഖലയിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. കരാർ കമ്പനിക്കെതിരെ കേസെടുക്കണമെന്ന് UDF പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു. ചിന്മയ മിഷന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ചിന്മയ മിഷന്റെ ആഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ ഭഗവത്ഗീത പാരായണവും ഹനുമാൻ ചാലീസ ജപവും നടത്തി. 1000-ഓളം പേർ പങ്കെടുത്തു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സ്വാമി അഭയാനന്ദ സരസ്വതി, ബ്രഹ്മചാരി സുധീഷ് ജി എന്നിവർ പാരായണത്തിന് നേതൃത്വം നൽകി. ചിന്മയ മിഷൻ ഗുരുവായൂർ പ്രസിഡന്റ് പ്രൊഫസർ N. വിജയൻ മേനോൻ, സെക്രട്ടറി C. സജിത് കുമാർ, ട്രഷറർ ഡോക്ടർ സുരേഷ് നായർ, P. കുഞ്ഞിശങ്കര മേനോൻ, M. ഹേമ, രാധാ വി മേനോൻ, C. വേണുഗോപാൽ, ഡോക്ടർ KE ഉഷ, രഘുനന്ദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കഥകളിയിലെ നടന വിസ്മയം തിച്ചൂർ കറ്റശ്ശേരി സദനം രാമൻകുട്ടി നായർ 80ന്റെ നിറവിൽ. ആശാന്റെ ജന്മദിനം ആഘോഷമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് തിച്ചൂർ ഗ്രാമം. കറ്റശ്ശേരി ജാനകിയമ്മയുടെയും പുതുമന അച്യുതൻ നായരുടെയും മകനായി 1946-ലാണ് രാമൻകുട്ടി നായർ ജനിച്ചത്. പ്രശസ്ത കഥകളി ഭാഗവതരായ പിതാവ് അച്യുതൻ നായരിൽ നിന്നും അമ്മാവൻ കഥകളിയാശാൻ കറ്റശ്ശേരി രാമൻകുട്ടി നായരിൽ നിന്നും പാരമ്പര്യമായി ലഭിച്ച സർഗശേഷിയാണ് കുട്ടിക്കാലത്ത് തന്നെ കഥകളിയിലേക്ക് അടുപ്പിച്ചത്. പള്ളിപ്പാടം, എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതിനു ശേഷം 12ാമത്തെ വയസ്സിൽ പേരൂർ ഗാന്ധി സേവാ സദനം അക്കാദമിയിൽ ചേർന്ന് തേക്കിൻകാട്ടിൽ രാവുണ്ണി നായരാശാന്റെ കീഴിൽ കഥകളി പഠനം ആരംഭിച്ചു. 2 വർഷത്തിനു ശേഷം പത്മശ്രീ കീഴ്പ്പാടം കുമാരൻ നായരുടെ കീഴിൽ അഭ്യാസം പൂർത്തിയാക്കി. 1971-72 കാലയളവിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സ്കോളർഷിപ്പോടെ കേരള കലാമണ്ഡലത്തിൽ 2 വർഷം പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ കീഴിൽ പഠനം നടത്തി. ഇതിനുശേഷം ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമിയുടെ പ്രിൻസിപ്പളായി ചുമതലയേറ്റു. 1980 മുതൽ 2011 വരെ കണ്ണൂർ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ കഥകളി വിദ്യാലയത്തിൽ പ്രിൻസിപ്പളായി ജോലി ചെയ്തു. ഇന്ത്യയിലും വിദേശത്തുമായി ആയിരക്കണക്കിന് വേദികളിൽ നടത്തിയ ആട്ടക്കഥയിൽ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. പച്ച, കത്തി, വെള്ളത്താടി എന്നിവയായിരുന്നു കൂടുതലും ചെയ്ത വേഷങ്ങൾ. അപ്പൊ അതിങ്ങനെ ക്ലാസ്സൊക്കെ കാണാൻ അമ്മയുടെ ഒക്കെ പോയിട്ട് കണ്ടു പരിചയിച്ചിട്ട് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ചൊരു താല്പര്യം തോന്നിയിട്ടാണ് കഥകളി പഠിക്കാൻ തുടങ്ങിയത്. അന്ന് അവിടെ തേക്കിൻകാട്ടിൽ രാവുണ്ണി നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഗുരുനാഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് തുടക്കം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കോളർഷിപ്പ് കിട്ടുണ്ടായി എനിക്ക്. 1970 ഞാൻ പഠിച്ച എൻ്റെ മാതൃസ്ഥാപനത്തിൽ തന്നെ പ്രധാനാധ്യാപകനായിട്ട് എനിക്ക് നിയമനം കിട്ടി. ശേഷം 1980 മുതൽക്ക് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ കഥകളി യോഗത്തിലെ പ്രധാന അധ്യാപകനും നടനുമായിട്ട് ചേർന്നു. അങ്ങനെ 32 കൊല്ലം അവിടെ വടക്കേ മലബാറിൽ എൻ്റെ കലാസേവനം പൂർത്തീകരിച്ചിട്ട് ഇപ്പോൾ തിച്ചൂര് വീട്ടിൽ ഒരു വിശ്രമ ജീവിതത്തിലാണ് ഉള്ളത്. പട്ടിക്കായത്തൊടി രാവുണ്ണി മേനോൻ സ്മാരക പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, ചിറക്കൽ കോവിലകത്തു നിന്നും ലഭിച്ച പട്ടും വളയും നാട്യാചാര പദവിയും, ചെറുകുന്ന് ക്ഷേത്രത്തിൽ നിന്നും സുവർണമുദ്ര, തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച വീരശൃംഖല, സംസ്ഥാന ക്ഷേത്രകലാ അവാർഡ്, ശ്രീ മുകുന്ദരാജ സ്മൃതി അവാർഡ്, ശ്രീചക്ര ഗൗരീശ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ശ്രീദേവി അമ്മയാണ് ജീവിതസഖി. ജയശ്രീ മകളും പ്രകാശ് നായർ മരുമകനും രാധ കൊച്ചുമകളുമാണ്. ആശാനായും മികച്ച വേഷക്കാരനായും സ്വദേശത്തും വിദേശത്തും നിറഞ്ഞാടിയ അതുല്യ പ്രതിഭയായ സദനം രാമൻകുട്ടി നായരുടെ 80ാം പിറന്നാൾ വരുന്ന 28-ാം തീയതി ഞായറാഴ്ചയാണ് തിച്ചൂർ ഗ്രാമം ആഘോഷിക്കുന്നത്.
ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കർപ്പൂരാദി കലശത്തിന് സമാപനമായി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കഴിഞ്ഞ 5 ദിവസങ്ങളിലായി കർപ്പൂരാദി കലശ ചടങ്ങുകൾ നടന്നിരുന്നത്. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് മഹാദേവന് കലശം അഭിഷേകം ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ കൂനമൂച്ചിയിൽ നിന്ന് ഇടത് സ്ഥാനാർത്ഥിയായ വിനു ജോൺസൺ നേടിയത് ചരിത്ര വിജയം. കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയിൽ നിന്നും മണ്ഡലം പ്രസിഡന്റിനെ പരാജയപ്പെടുത്തിയാണ് വിനു ഐതിഹാസിക വിജയം സ്വന്തമാക്കിയത്. തിരഞ്ഞെടുപ്പുകൾ കുടുംബകാര്യമായ പാരമ്പര്യമാണ് വിനു ജോൺസന്റേത്. സ്വന്തം കുടുംബത്തിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ജനപ്രതിനിധിയാകുന്നതുമായ ആദ്യ വ്യക്തിയല്ല വിനു ജോൺസൺ. വിനുവിന്റെ പിതാവ് ടി വി ജോൺസൺ, ജോൺസന്റെ പിതൃസഹോദരൻ ടി എം പോൾ മാസ്റ്റർ എന്നിവർ കണ്ടാണിശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് മത്സരിച്ചവരാണ്. 2010 കൂനമൂച്ചി വാർഡിൽ നിന്ന് തന്നെയായിരുന്നു ജോൺസന്റെ മത്സരം. എന്നാൽ വിജയം കോൺഗ്രസിനൊപ്പമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ടി എം പോൾ മാസ്റ്ററും ഇടതുപക്ഷത്തിനായി മത്സരിക്കാനിറങ്ങിയെങ്കിലും കോൺഗ്രസ് കോട്ടയിൽ പരാജയം രുചിക്കാനായിരുന്നു പോൾ മാസ്റ്ററുടെയും വിധി. പോൾ മാസ്റ്ററും ടി വി ജോൺസണും ഇടതുപക്ഷത്തിനായി മത്സരിച്ചത് സ്വതന്ത്ര ചിഹ്നങ്ങളിലായിരുന്നു. എന്നാൽ ഡിവൈഎഫ്ഐ നേതാവും സിപിഐഎം കണ്ടാണിശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗവുമായ വിനു ജോൺസൺ പാർട്ടി ചിഹ്നമായ ചുറ്റികരിവാൾ നക്ഷത്രം അടയാളത്തിലാണ് മത്സരിച്ച് വിജയിച്ചത്. കൂനമുച്ചിയിൽ നിന്ന് ചൂണ്ടൽ പഞ്ചായത്തിലെ പയ്യൂരിലേക്ക് താമസം മാറിയ പോൾ മാസ്റ്റർ വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനായി മത്സരിക്കുകയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു. കൂനമുച്ചി തരകൻ കുടുംബത്തിൽ നിന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങിയ 3ാം തലമുറക്കാരനാണ് വിനു ജോൺസൺ. തന്റെ കന്നി അംഗത്തിലൂടെ മിന്നും ജയം നേടിയപ്പോൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് തന്റെ കുടുംബത്തിന്റെ പാരമ്പര്യവും ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ് വിനു ജോൺസൺ. ജനങ്ങളെ സേവിക്കാനായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴും രാഷ്ട്രീയത്തിനതീതമായ ജനസേവനമാണ് ഈ യുവജനപ്രതിനിധി ലക്ഷ്യം വെക്കുന്നത്. ഇടതുപക്ഷത്തിന് ബാലികേറ മലയായ കൂനമൂച്ചിയിൽ വിനു ജോൺസൺ നേടിയ വിജയത്തിന്റെ ആഘോഷങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഗുരുവായൂർ ബ്രഹ്മകുളം സെന്റ് തോമസ് ചർച്ച് വെൽഫെയർ സൊസൈറ്റിയുടെ 1 വർഷം നീണ്ടുനിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി നടത്തുന്ന ആഘോഷ പരിപാടികൾ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. ആഘോഷ പരിപാടികളെക്കുറിച്ച് വികാരി ഫാദർ ഡേവിസ് പനംകുളം വിശദീകരിച്ചു. 1951 വികാരിയായിരുന്ന ഫാദർ ആന്റണി കുറ്റിക്കാടാണ് സൊസൈറ്റി സ്ഥാപിച്ചത്. ഭാരവാഹികളായ പി കെ ഗബ്രിയേൽ, ജാൻസി ജേസൺ, ഡെയ്സി ജേക്കബ്, ജോഫി ജോസ്, എം വി ജോൺസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്രിസ്തുമസിനുള്ള സമ്മാനപ്പൊതികളുമായി ഗ്രാമവീഥികൾ കീഴടക്കി മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിലെ പാപ്പമാർ. വിദ്യാലയത്തിന്റെ ജൂബിലി വർഷത്തിൽ കാരുണ്യത്തിന്റെ വേറിട്ട മുഖവുമായി മറ്റം സെന്റ് മേരീസിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി പലവ്യഞ്ജനങ്ങളും നിത്യോപയോഗ സാധനങ്ങളും ക്രിസ്മസ് കേക്കും അടങ്ങിയ 100 കിറ്റുകളാണ് അർഹമായ കൈകളിലേക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സമ്മാനിച്ചത്. സ്കൂളിലെ അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്കും മറ്റം പരിസരത്തെ അർഹതപ്പെട്ട കുടുംബങ്ങൾക്കുമാണ് കിറ്റുകൾ നൽകിയത്. ക്രിസ്തുമസ് കിറ്റുകളും അടങ്ങിയ സാന്റകളുടെ സംഘം നടത്തിയ യാത്ര മറ്റം അസംഷൻ കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ട്രീസ ജീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കുരുന്നുപ്രായത്തിൽ തന്നെ വിദ്യാർത്ഥികളിൽ സഹാനുഭൂതിയും കാരുണ്യവും വളർത്തി അപരന് കൈത്താങ്ങാകുവാൻ ഇത്തരം ഉദ്യമങ്ങൾ സഹായിക്കുമെന്ന് മദർ സുപ്പീരിയർ അഭിപ്രായപ്പെട്ടു. സ്നേഹസമ്മാനം എന്ന് പേരിട്ടിരിക്കുന്ന പ്രവർത്തനത്തിന് പ്രധാന അധ്യാപിക സിസ്റ്റർ ഷാലി മരിയ, സ്റ്റാഫ് പ്രതിനിധി പ്രസി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. വിജയദിനാഘോഷത്തിന്റെ ഭാഗമായി തങ്ങളുടെ പ്രദേശത്തുള്ള വിമുക്ത ഭടന്മാർക്ക് NCC കേഡറ്റുകൾ ആശംസാ കാർഡുകൾ അയച്ചു. ഗുരുവായൂർ സത്യാഗ്രഹ കവാടത്തിന് സമീപം നടന്ന ചടങ്ങ് 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റാജു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നേവിയിലെ ലഫ്റ്റനന്റ് കമാൻഡറും പരിശീലനത്തിനിടയിൽ വീരമൃത്യുവരിച്ച ഗുരുവായൂർ സ്വദേശി വിപിൻ ദേവിന്റെ പിതാവുമായ വിജയ്കുമാറിന് ആദ്യ കാർഡ് മേജർ സമ്മാനിച്ചു. 7 കേരള ഗേൾസ് ബറ്റാലിയനിലെ ലഫ്റ്റനന്റ് മിനി TJ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സൈനികരായ സുബേദാർ ശശി, രഞ്ജിത്ത്, ഗുർബജ് സിംഗ് എന്നിവർ സംസാരിച്ചു. മകന്റെ വേർപാടിൽ ദുഃഖമുണ്ടെങ്കിലും ഭാവി സൈനികരായ NCC കേഡറ്റുകളിലൂടെ താൻ അവനെ കാണുന്നുണ്ടെന്ന് മറുപടി പ്രസംഗത്തിൽ വിജയ്കുമാർ പറഞ്ഞു. ഗുരുവായൂർ LF കോളേജിലെ സീനിയർ അണ്ടർ ഓഫീസർ ലക്ഷ്മി പ്രിയ പദ്ധതി വിശദീകരണം നടത്തി. മമ്മിയൂർ LF കോളേജ്, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് എന്നിവിടങ്ങളിലെ NCC കേഡറ്റുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സീനിയർ കേഡറ്റുകളായ C ശ്രീശേഖർ, ഗൗരി PS, ജഗന്നാഥ് KS,
അഭിജിത്ത് TV, നിരഞ്ജന VT എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിൽ ദേശീയ ബോധം വളർത്താനും അവരവരുടെ പ്രദേശത്തുള്ള വിമുക്ത ഭടന്മാരെ കണ്ടെത്തി അവരെ ആദരിക്കുന്നതിനും വേണ്ടിയാണ് വിജയ് ദിനത്തിന്റെ ഭാഗമായി ഇത്തരം ആശംസാ കാർഡുകൾ അയക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ടതെന്ന് മേജർ PJ സ്റ്റൈജു പറഞ്ഞു. കുന്നംകുളത്തെ ആദ്യ NABH പൂർണ്ണ അംഗീകൃത ആശുപത്രിയായി ദയ റോയൽ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ സെന്റർ മാറിയതായി മാനേജ്മെന്റ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ഘടകങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾക്കായി ദേശീയ തലത്തിൽ അംഗീകാരം നൽകുന്ന സ്ഥാപനമാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. 2023 ഡിസംബർ 1 ഉദ്ഘാടനം ചെയ്ത ദയ റോയൽ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ സെന്റർ ആരംഭിച്ച 2 വർഷത്തിനുള്ളിൽ കുന്നംകുളത്തെ ഒരു പ്രധാന ട്രോമ ക്രിട്ടിക്കൽ കെയർ ഹബ്ബായി ഉയർന്നു വന്നിരിക്കുകയാണെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ അവകാശപ്പെട്ടു. 64 സ്ലൈസ് CT ഉൾപ്പെടെയുള്ള നൂതന സൌകര്യങ്ങളോടെ അടിയന്തര പോളിട്രോമ ന്യൂറോ സർജറി സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുവഴി ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും വേഗത്തിലുള്ള രോഗനിർണയവും സമയബന്ധിതമായ ഇടപെടലുകളും സാധ്യമാകും. അതുകൊണ്ട് ഒരുപാട് ജീവനുകളെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താനും ആശുപത്രിക്ക് സാധിക്കുന്നുണ്ടെന്ന് ഇവർ വ്യക്തമാക്കി. അത്യാധുനിക കാത്തലാബ് സൌകര്യത്തോടെ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകളും ദയ റോയൽ ആശുപത്രിയിൽ ലഭ്യമാണ്. തൃശൂരിലെ ദയ ജനറൽ ആശുപത്രിയുടെ പ്രധാന ശാഖയായ ദയ റോയൽ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ സെന്റർ NABH എന്ന സുപ്രധാന നാഴികക്കല്ല് സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു രോഗി എന്നതിനപ്പുറം ഓരോ മനുഷ്യജീവനും സുരക്ഷ, ചികിത്സയിലെ ഗുണനിലവാരം എന്നിവയോടുള്ള ആശുപത്രിയുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് തേടിയെത്തുന്ന ഓരോ അംഗീകാരങ്ങളെന്നും ഇവർ പറഞ്ഞു. 24/7 എമർജൻസി ക്രിട്ടിക്കൽ കെയർ സേവനങ്ങളുമായി പ്രവർത്തിക്കുന്ന 130 കിടക്കകളുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ സ്ഥാപനമായ ദയ റോയൽ ഹോസ്പിറ്റലിൽ 24 മണിക്കൂറുമുള്ള അടിയന്തരഘട്ട ഫിസിഷ്യന്മാർ, ന്യൂറോ സർജൻമാർ, ജനറൽ സർജൻമാർ, ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റുകൾ, പ്ലാസ്റ്റിക് സർജൻമാർ, ഓർത്തോപീഡിക് സർജൻമാർ എന്നിവരുൾപ്പെടെയുള്ള മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ പിന്തുണയോടെ പോളിട്രോമ ന്യൂറോ സർജറിയിലും ആശുപത്രിക്ക് മികവ് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ദയ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് CEO ഡോക്ടർ ഹസീബ് അസാൻ, ഡയറക്ടർ അബ്ദുൾ റസാഖ്, ന്യൂറോ സർജറി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബാലു മോഹൻ M, കുന്നംകുളം ദയ റോയൽ ഹോസ്പിറ്റൽ സെന്റർ ഹെഡ് MG സേതുരാജ്, ന്യൂറോ സർജറി കൺസൾട്ടന്റ് ഡോക്ടർ AM ഷഹീൻ, ദയ റോയൽ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് മാനേജർ ഡോക്ടർ വിധു ശങ്കർ എന്നിവർ പറഞ്ഞു. മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാത ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യനോസിന്റെയും 155 സംയുക്ത തിരുനാൾ കൊടിയേറ്റവും പുതുതായി നിർമ്മിക്കുന്ന പാരിഷ് ഹാളിന്റെ ശിലാവെഞ്ചിരിപ്പ് കർമ്മവും നടത്തി. കോതമംഗലം മെത്രാൻ മാർ ജോർജ് മടത്തിങ്കണ്ടത്തിൽ നിർവഹിച്ചു. വികാരി ഫാദർ ബാബു അപ്പാടൻ, സഹവികാരി ഫാദർ സാൽവിൻ കണ്ണനായിക്കൽ, ഫാദർ ആന്റണി ചീരൻവേലിൽ, ട്രസ്റ്റിമാർ, തിരുനാൾ ജനറൽ കൺവീനർ ജെയിംസ് ആലപ്പാട്ട്, സബ് കമ്മിറ്റി കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിസ്റ്റേഴ്സ്, ഇടവക ജനങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഡിസംബർ 26 മുതൽ 29 വരെയാണ് പെരുന്നാൾ ആഘോഷം. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇന്നർവീൽ ക്ലബ് ട്രോഫികൾ സൂക്ഷിക്കുന്നതിനാവശ്യമായ അലമാര പണിത് നൽകി. ഇന്നർവീൽ ഡിസ്ട്രിക്ട് ചെയർമാൻ സീമ കൃഷ്ണ, ഇന്നർവീൽ പ്രസിഡന്റ് നിഷ റോസ്, സെക്രട്ടറി സുനിത വേണുഗോപാൽ, സിമി ബിനോജ്, മറ്റ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,270 രൂപ, പവന് 98,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 210 രൂപ. ചരമം മരുത്തംകോട് AKG നഗർ ചെറുവത്തൂർ ചേരപ്പൻ മകൻ ചെറിയാൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തങ്കമണി ഭാര്യയും സിജു, സിബു, സിനഹ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൈപ്രമ്പിൽ ഡിവൈഡറിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു. കേച്ചേരി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടെങ്കിലും ഉടൻ തന്നെ വാഹനം നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഞായറാഴ്ച ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ചെയർമാൻ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളും സജീവം. ചാവക്കാട് നഗരസഭയിലും ഒരുമനയൂർ, കടപ്പുറം എന്നീ പഞ്ചായത്തുകളിലും അധ്യക്ഷ പദവി സംബന്ധിച്ച ഏകദേശ ധാരണ.
പണി പൂർത്തീകരിച്ച് ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും തകർന്ന ചേറ്റുവ ബൈപ്പാസിലെ കാന വീണ്ടും പണിതു. റോഡിന് കുറുകെ പണിത കാനയുടെ സ്ലാബാണ് വാഹനം ഓടിത്തുടങ്ങിയപ്പോഴേക്കും ഒരു ഭാഗം തകർന്നിരുന്നത്. വാഹനം വീണ് ഗതാഗതക്കുരുക്കും രൂക്ഷമായിരുന്നു. കഥകളിയിലെ നടന വിസ്മയം തിച്ചൂർ കറ്റശ്ശേരി സദനം രാമൻകുട്ടി നായർ 80ന്റെ നിറവിൽ. ആശാന്റെ ജന്മദിനം ആഘോഷമാക്കുവാനുള്ള തയ്യാറെടുപ്പിൽ തിച്ചൂർ ഗ്രാമം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.